പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആ സത്യങ്ങൾ പുറത്തായിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് കൺമണിയും കൂട്ടരും. കൃപ മറ്റാരുമല്ല, ബലരാമന്റെ സഹോദരിയാണ് എന്നുള്ള സത്യം പുറത്തു വന്നതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. അപ്രതീക്ഷിതമായുള്ള ഈ സംഭവങ്ങൾ ഇതേ തുടർന്ന് കൃഷിനെയും ആകെ ഞെട്ടിച്ചു കളയുന്നു. ഒരിക്കലും കൃഷ് ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല. കാര്യങ്ങൾ ഇതേ തുടർന്നാണ് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നത്. ബലരാമനും തൻ്റെ അനിയത്തിയാണ് കൃപ എന്നുള്ള കാര്യം അറിയാതെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ബലരാമൻ സുമിത്രയും ബാലുവും ചേർന്ന് തന്നെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന അവൻ സുമിത്രയുടെ അടുത്തേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞതെല്ലാം സത്യമാണോ? നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞേ മതിയാകൂ. ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് നീ അറിഞ്ഞത്? ആ കാര്യം തന്നെ പറയൂ എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുമിത്ര. എൻ്റെ അച്ഛനാണോ സാഗർ? എനിക്ക് ആ കാര്യം അറിഞ്ഞേ മതിയാകൂ. എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ഇത് കേൾക്കുന്ന സുമിത്ര സത്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ്. അതെ, നിന്റെ അച്ഛനാണ് അയാൾ, എന്നെ ചതിച്ചവൻ. നമ്മുടെ കുടുംബത്തെ മൊത്തം അവൻ ചതിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവനെ ഇല്ലാതാക്കണം എന്നുള്ളത് എൻ്റെ കൂടി ആവശ്യമാണ്. അതുകൊണ്ടാണ് നിന്നോട് ആ കുടുംബം ഇല്ലാതാക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത്. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന ബലരാമൻ താൻ ഇതുവരെ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. തന്നെ ഇവർ ചതിക്കുകയായിരുന്നു. ഇവരുടെ ചതിയിൽ കാര്യങ്ങൾ അറിയാതെ ഞാൻ വീണു പോവുകയും ചെയ്തു. ഒരിക്കലും മാപ്പ് അർഹിക്കാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് കൃഷ്. ഇതോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. എന്നിങ്ങനെയെങ്കിലും ഞാൻ ചെയ്ത തെറ്റ് പരിഹരിച്ച് മതിയാകൂ. അതിനുവേണ്ടി എന്തെങ്കിലും ഞാൻ ഉടൻ തന്നെ ചെയ്യണം എന്ന് ബലരാമൻ തീരുമാനമെടുക്കുകയും കൃഷിനെ ചെന്ന് കാണാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് കൃപയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയതിന് പിന്നിൽ ബലരാമന്റെ കൈകളുണ്ട് എന്നുള്ള സത്യം പുറത്താകുന്നത്. ഇതോടെ എല്ലാവരും ബലരാമന് എതിരായിരിക്കുകയാണ്. ഈ സമയം സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ബലരാമൻ സാഗറിനെ അച്ഛ എന്ന് വിളിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന ബലരാമൻ, അച്ഛനോ? നിന്റെ അച്ഛനോ? നീ എൻ്റെ മകളെയാണ് കൊല്ലാൻ ശ്രമിച്ചത്. മാത്രവുമല്ല, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവൻ എങ്ങനെയാണ് എൻ്റെ മകനാവുക? അവൻ ഒരിക്കലും എൻ്റെ മകനല്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇനിയിപ്പോൾ നിന്നെ കാണണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ബലരാമൻ, എനിക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വലിയൊരു തെറ്റ് സംഭവിച്ചത്. എൻ്റെ ഭാഗത്ത് നിന്ന് വീണ ഈ തെറ്റിന് മാപ്പ് ചോദിക്കാനാണ് ഞാനിപ്പോൾ മുന്നിലേക്ക് വന്നത്. നിങ്ങൾക്ക് എന്നോട് പൊറുക്കാൻ സാധിക്കുകയില്ലേ? ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യുകയില്ല. എനിക്ക് എൻ്റെ സഹോദരിയെ ഒരു തവണ കാണണമെന്ന് പറയുകയും ചെയ്യുകയും ഇനിയും ഇതുപോലുള്ള തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം മുമ്പിലേക്ക് കയറി വരുന്ന കൃഷ് ആകട്ടെ ബലരാമനെ തല്ലുകയാണ്. നിന്നെ പോലെ ഒരു പട്ടിയെ ഇവിടെ വേണ്ടടാ. നീ എൻ്റെ സഹോദരൻ എന്ന് പറയാൻ പോലും എനിക്ക് ലജ്ജാകരമായ കാര്യമാണ്. ഇറങ്ങിപ്പോകണം നീ എൻ്റെ മുന്നിൽ നിന്ന്. എൻ്റെ വീടിനും കുടുംബത്തിനും ആപത്തായി ആയി വന്നാലും അത് തീർത്തു കളയും എന്നുള്ള തീരുമാനം ഞാൻ പണ്ടേ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന് പണി മേടിക്കാതെ നീ ഇറങ്ങിപ്പോകോ എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് കൃഷ്. എന്നാൽ ബലരാമനാകട്ടെ കൈകൂപ്പിക്കൊണ്ട് മാപ്പ് പറയുകയാണ് സുജിയോട്.
എനിക്ക് കാര്യങ്ങളൊന്നും അറിയാമായിരുന്നില്ല അമ്മ. അതുകൊണ്ട് തന്നെ എന്നോട് മാപ്പ് നൽകുന്നതിനായി നിങ്ങൾ തയ്യാറാകണം. ഒരിക്കലും ഞാൻ ഈ സത്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. പക്ഷേ ഇതേ സമയം സാഗറാകട്ടെ ഇനി ബലരാമനെ ഞങ്ങൾക്ക് കാണണ്ട എന്നുള്ള കാര്യം അറിയിക്കുകയും നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് ഉറപ്പിച്ച് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ തിരിച്ചടി ഏറ്റതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്ന ബലരാമൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു നിന്നിരിക്കുകയാണ്. ഇതേ സമയം കൺമണി കൃഷിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ്. കൃഷിനോട് എല്ലാ കാര്യവും താൻ അറിഞ്ഞു എന്ന് പറയുന്ന കൺമണി കൃഷിന് ബലരാമനോട് ക്ഷമിക്കാൻ സാധിക്കുകയില്ലേ എന്ന് ചോദിക്കുകയും എന്തൊക്കെ പറഞ്ഞാലും ബലരാമൻ കൃഷിന്റെ സഹോദരനാണ്. കൃഷിന്റെ അച്ഛന് ആദ്യമായി പിറന്ന മകൻ അവനെ ഇങ്ങനെ തള്ളിക്കളയുന്നത് ശരി തന്നെയാണോ? കൃഷ് ഒന്ന് ആലോചിച്ചു നോക്കൂ. തെറ്റുപറ്റാത്തവരായി ആരും തന്നെ ഇല്ലല്ലോ എന്നും അറിയിച്ചതിനെ തുടർന്ന് ഇതേപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ കൃഷ് ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.